ഇത് ഇന്ത്യയാണല്ലോ, ഭഗവത്ഗീതയുടെ നാടാണല്ലോ, മനുസ്മൃതിയുടെ നാടാണല്ലോ. ഈ മനുസ്മൃതിയുടെയും ഭഗവത്ഗീതയുടെയും രാമായണത്തിന്റെയും നാടാകുന്ന ഇന്ത്യ നീതിയുടെ നാടാണല്ലോ. അതുകൊണ്ട് നീതിമാനായ ജഡ്ജി ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പറഞ്ഞു. എങ്ങനെ? ജിയോളജി, ഭൂമിശാസ്ത്രം, ഭൂമി പരിശോധിക്കാൻ അവിടെ രാമന്റെ വല്ലതും ഉണ്ടോ എന്ന്. ഒന്നുമില്ല. അവിടെ അതിന്റെ 7ാം ഭൂമിയുടെ അടിയിലുണ്ടോ? അവിടെയില്ല. ആ പ്രദേശം ആകെ പരിശോധിച്ചപ്പോൾ രാമൻ അതിലെ വഴി നടന്ന അടയാളം പോലും ഇല്ല എന്ന് കിട്ടി. എന്നിട്ടും ജഡ്ജി പറഞ്ഞെന്താ? സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും രാമന്റെതല്ല, രാമൻ ജനിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പൊളിച്ച പാർട്ടിക്ക് തന്നെ ഇരിക്കട്ടെ, കാരണം അവർക്ക് ഇത് ആവശ്യം. അതാണ് ഇവിടുത്തെ നീതി. ആ നീതിയെ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ വിഷയത്തിലും ആ നീതിയെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ വിഷയത്തിലും ഇതിലപ്പുറമുള്ള വിഷയത്തിലും ഈ ഇന്ത്യ രാജ്യത്ത് ഇതിലപ്പുറം ഒരു നീതി ഉണ്ടാകുമെന്ന് കരുതേണ്ടതില്ല.